ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും കന്നാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എഡ്യൂക്കേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ, അതായത് ക്ലാസ് റൂം കോൺവെർസേഷൻ ആയിരുന്നു. LP സെക്ഷൻസ് കുട്ടികളിലെയാണ് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞത്. അതിന് മുമ്പ് നമ്മൾ ചെയ്തത് കിൻഡർ ഗാർഡൻ സെക്ഷനിലെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് കുട്ടികളുടെ നമ്മൾ നോക്കുന്നില്ല. കുട്ടികൾ ടീച്ചേഴ്സ് ചോദിക്കുന്നതിന് മറുപടി ആയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സിന് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് LP സെക്ഷനിലെ ടീച്ചേഴ്സിനും KG സെക്ഷനിലെയും പ്രീ പ്രൈമറിയിലെ ടീച്ചേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ക്ലാസ് റൂം ഫ്രേസസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം ഡയലോഗ്സാണ് ഇംഗ്ലീഷിലുള്ളത്. അപ്പം അതിന് പ്രത്യേകിച്ച് ഞാൻ മലയാളം അർത്ഥമൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് ഈ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ മലയാളം മീനിങ്സൊക്കെ ഉണ്ട്. അതിനെ ഞാനൊന്ന് ക്രോഡീകരിച്ചു കൊണ്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും എന്നാൽ കുറച്ച് ടീച്ചേഴ്സിന് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് റൂം ഡയലോഗ്സ് അല്ലെങ്കിൽ ക്ലാസ് റൂം ഫ്രേസസ് നമുക്കൊന്ന് കണ്ടാലോ. ഫസ്റ്റ് ഗ്രീറ്റിംഗ് സെക്ഷനാണ്. ഗുഡ് മോർണിംഗ് ഓൾ, ഗുഡ് മോർണിംഗ് ക്ലാസ്, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ് എവരി വൺ, ഗുഡ് മോർണിംഗ് എവരിബഡി. ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പം കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. കുട്ടികളെ അവിടെ ഇരുത്തണമല്ലോ, അപ്പോൾ അതിനു വേണ്ടി ടീച്ചർ സംസാരിക്കുന്നതാണ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്, പ്ലീസ് സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, ഹാവ് യു സെറ്റിൽ ഡൗൺ, ടേക്ക് യുവർ സീറ്റ്സ്. കുട്ടികളൊക്കെ ഇരുത്തിക്കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഒരു ഇൻട്രഡക്ഷൻ പോലെ ടീച്ചേഴ്സ് കൊടുക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ട്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഹൗ ആർ യു ഓൾ, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന 2-3 സെൻറ്റൻസസ് അല്ലെങ്കിൽ ഫ്രേസസ് ആണ്. ഹൗ ആർ യു ഓൾ, ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, ഹൗ ഈസ് യുവർ മോർണിംഗ്, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ആർ യു ഓൾ റെഡി ഫോർ ദ ക്ലാസ്. ടീച്ചർ കുട്ടികളോട് കുറേ കാഷ്വൽ ടോക്സൊക്കെ നടത്താറുണ്ടല്ലോ. നമ്മൾ ക്ലാസ് നേരെ പോയി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാറില്ല. അപ്പം കുറേ കുശലാന്വേഷണമൊക്കെ നടത്തി അതിനുശേഷം അവരെ ഒന്ന് റെഡിയാക്കി ഇരുത്താൻ പോവുകയാണ്. അപ്പം കുട്ടികളെ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി ക്ലാസ്സിൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും അറ്റൻഷൻ ടീച്ചറിലേക്ക് വരാൻ വേണ്ടി കുറച്ച് ഫ്രേസസ് അല്ലെങ്കിൽ കുറേ ഡയലോഗ്സ് ടീച്ചർ പറയാൻ പോവുകയാണ്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്, ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് ക്ലാസ്. I am waiting for you to be quiet. Stop talking and be quiet. Settle down now so we can start. ടീച്ചർ കുട്ടികളെ ശാന്തരാക്കിയൊക്കെ ഇരുത്തിയതിന് ശേഷം ആദ്യം ഒരു ക്ലാസ് ടീച്ചറാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ടീച്ചർ കുട്ടികളോടെ റെഡി ആയിട്ടിരിക്കുക, അറ്റൻഡൻസ് വിളിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ പേര് വിളിക്കുക അല്ലെങ്കിൽ റോൾ നമ്പർ പറയാൻ വേണ്ടി കുട്ടികളെ റെഡിയാക്കി ഇരുത്തുകയാണ്. അപ്പം ആ സിറ്റുവേഷൻസാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഐ ആം ഗോയിങ് ടു ടേക്ക് അറ്റൻഡൻസ്. ഹു ഈസ് ആബ്സെൻറ്റ് ടുഡേ, ഹു ഈസ് നോട്ട് ഹിയർ ടുഡേ, വൈ വെയർ യു ആബ്സെൻറ്റ് ലാസ്റ്റ് ഡേ. ടീച്ചർ അറ്റൻഡൻസ് ഒക്കെ എടുത്തു, അതിനുശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികളെ ഒന്ന് റെഡിയാക്കിയിരിക്കണം. ഇപ്പോൾ ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റിൻ്റെ ബുക്ക് എടുക്കും, നോട്ട് ബുക്ക് എടുക്കുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിനാവശ്യമായ നോട്ടൊക്കെ എഴുതാനുണ്ടെങ്കിൽ അതിൻ്റെ ബോക്സ്, പെൻസില്. കൊച്ചുകുട്ടികളാകുമ്പം പെൻസിലും കൊണ്ടാണ് എഴുതുന്നത്. 4ാം ക്ലാസ് വരെ കുട്ടികൾ പെൻസിലും കൊണ്ടാണ് എഴുതുന്നത്. അപ്പം പെൻസിൽ ബോക്സ് എടുക്കുക. അങ്ങനെ കുട്ടികളെ ഒന്ന് റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പം കുട്ടികളോട് ടീച്ചർ ചോദിക്കും, ആർ യു റെഡി ഫോർ ദി ക്ലാസ്, നിങ്ങൾ ക്ലാസ്സിന് റെഡിയാണോ? നിങ്ങൾ ക്ലാസ്സിന് റെഡിയാകുന്നത് എങ്ങനെയാണ്? നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ എടുത്ത് പെൻസിലും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് ടീച്ചറിനെ കേൾക്കാനായിട്ടിരിക്കുകയാണ്. അത് ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ ടീച്ചർ ഏത് ബുക്കാണ് എടുക്കാൻ പറയുന്നത് അത് ശ്രദ്ധിക്കുകയാണ്. ഏത് പറയുന്നത് കേട്ട് ശ്രദ്ധിച്ചായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് കുട്ടികളെ ഇരുത്തിയേക്കാണ് ഇപ്പോൾ ടീച്ചർ. അപ്പം ആ ക്ലാസ് റൂം കോൺവെർസേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ മലയാളം മീനിങ് ഒന്നും പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ പാർട്ടുകളിലെല്ലാം നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസസ് മാത്രം. ഇപ്പം പ്രൈമറിയിലെയും കൊച്ചുകുട്ടികളുടെ LKG UKG പ്രീ പ്രൈമറി അവർക്കൊക്കെ ആ ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ സ്മോൾ സെൻറ്റൻസുകളാണ്. അപ്പോൾ അതാത് സബ്ജക്റ്റിനനുസരിച്ച് ടീച്ചേഴ്സ് ബുക്സ് എടുക്കാൻ പറയുകയാണ്. ഈ ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, ടേക്ക് ഔട്ട് യുവർ ഇംഗ്ലീഷ് നോട്ട് ബുക്ക്, ടേക്ക് ഔട്ട് യുവർ ഇംഗ്ലീഷ് നോട്ട് ബുക്ക്. അതായത് ഇംഗ്ലീഷിൻ്റെ നോട്ട് എഴുതാൻ പോവുകയാണ്. അപ്പം അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ
നോട്ട്ബുക്ക് എടുക്കാൻ പറയുകയാണ്. റൈറ്റ് ദ ഡേറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. കീപ് യുവർ നോട്ട്ബുക്ക് ക്ലീൻ. Children, can you do this? Children, can you write this? Let me see who will finish first. Let me see who will do first. You will get stars if you complete early. You will get stars if you write neatly. You have 5 minutes to complete this. All of you keep your desk clean. Have you finished, children? Okay, time's up. Let's stop now. Okay, let me check. All of you back to your place. It's break time. Goodbye, students. See you in next period.